കണ്ണൂർ പാലത്തറയിൽ കാർ തകർത്ത നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണപ്പെട്ട വാഹനത്തിനുള്ളിൽ രക്തക്കറയും കാണപ്പെട്ടു. വസ്ത്രങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വലിച്ചു വാരിയിട്ട നിലയിലാണ്. പ്രഭാത സഫാരിക്ക് എത്തിയവരാണ് കാർ കണ്ടത്. മോഷണമാണെന്ന സംശയത്തിലാണ് പോലീസ്. മിഥുൻ പിള്ള വിശദാംശങ്ങൾ നൽകും. ഇത് മോഷണം തന്നെയാണോ, മറ്റെന്തെങ്കിലും അക്രമ സംഭവങ്ങളാണോ? പോലീസ് പറയുന്നത് എന്താണിപ്പോൾ? ഗൗതമി, ഇതുവരെ ആ സംഭവത്തിന് ഒരു വ്യക്തത വന്നിട്ടില്ല. കണ്ണൂർ പിലാത്തറയിലാണ് ഈ ഒരു സംഭവം കണ്ടെത്തിയത്. ദുരൂഹ സാഹചര്യത്തിലാണ് കാർ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് കണ്ടത്. വാഹനത്തിനുള്ളിൽ രക്തക്കറയും മറ്റും ഉണ്ട്. വസ്ത്രങ്ങളൊക്കെ തന്നെ പുറത്തേക്ക് വാരി വലിച്ചിട്ട നിലയിലാണ്. രാവിലെ പ്രഭാത സവാരിക്ക് എത്തിയ ആളുകളാണ് ഇത് കണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ആളുകളാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അവർ ഈ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആ സമയത്ത് പയ്യന്നൂർ കഴിഞ്ഞ സമയത്താണ് ഒരു സംഘം വരെ വാഹനം തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ ഒരു മോഷണ ശ്രമം ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മോഷണ ശ്രമത്തിന്റെ ഭാഗമായി വാഹനത്തിലുണ്ടായിരുന്ന സകല സാധനങ്ങളും എടുത്ത് പുറത്തിട്ടുണ്ട്. വാഹനത്തിനുള്ളിൽ രക്തക്കറി അടക്കം കാണുന്നുമുണ്ട്. സംഭവത്തിൽ ഈ ഒരു ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. ഈ കാറിന്റെ ഉടമ എന്ന് പറയുന്നത് സ്വർണ്ണ വിൽപ്പനക്കാരനായ അശോക് യശ്വന്ത് ആണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇയാളുടെ വാഹനത്തിലോ മറ്റോ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ ഇത്തരൊരു മോഷണ ശ്രമം നടന്നതെന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും പരിയാരം പോലീസ് സ്ഥലത്തെത്തി കൃത്യമായ പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണത്തിലേക്ക് നീങ്ങാൻ കൂടിയാണ് ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഗൗതം, ഓക്കെ. കണ്ണൂരിൽ കാർ തകർത്ത നിലയിലാണ്. സാധനങ്ങൾ വാരി വലിച്ച് പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. രക്തക്കറ കാറിനകത്ത് കാണുന്നുണ്ട്. ഇത് മോഷണമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നതിലൊരു വ്യക്തതയില്ല. പോലീസ് ആദ്യഘട്ടത്തിൽ മോഷണമാണെന്ന് പറയുന്നു. മിഥുനാണ് വിശദാംശങ്ങൾ നൽകിയത്.